Hi and welcome to the new video. In this video, I'll be discussing about sulfur hexafluoride or SF6 circuit breakers. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സും ആണ്. നെക്സ്റ്റ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സ്. സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ഗ്യാസ് ഈസ് യൂസ്ഡ് ആസ് ദ arc quenching medium. And the SS6 is an electronegative gas and has a strong tendency to absorb free electrons. So electron negative ആയിട്ടുള്ള ഗ്യാസ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ടെൻഡൻസി ഉണ്ട് ഫ്രീ ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയാണ് ഇവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദ കോണ്ടാക്ട്സ് ഓഫ് ദ ബ്രേക്കർ ആർ ഓപ്പൺ ഇൻ എ ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ഗ്യാസ് ആൻഡ് ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദം. ഈ SF6 ഗ്യാസിൻ്റെ ഇടയിലാണ് എന്ത് ഓപ്പൺ ആവാൻ പോകുന്നത്, ഫോൾട്ട് വരുമ്പോൾ നമ്മൾ ഫിക്സഡിന്ന് മൂവിങ് കോണ്ടാക്ട് മൂവ് ആവാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് ആർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അയണൈസേഷൻ കാരണം ഉണ്ടാകുന്ന അയൺസിനെ വലിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ആർക്കുണ്ട്, SF6 ഉണ്ട്. ആൻഡ് കണ്ടക്ടിങ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ആർക്ക് ആർ റാപ്പിഡ്ലി ക്യാപ്ചർഡ് ബൈ ദ ഗ്യാസ് ടു ഫോം റിലേറ്റീവ്ലി ഇമ്മൊബൈൽ നെഗറ്റീവ് അയൺസ്. അപ്പോൾ പെട്ടെന്ന് ആര് പിടിച്ചെടുത്തോളും, SF6 പിടിച്ചെടുക്കും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ദിസ് ലോസ് ഓഫ് കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ഇൻ ദ ആർക്ക് ക്വിക്ലി ബിൽഡ്സ് അപ്പ് ഇനഫ് ഇൻസുലേഷൻ സ്ട്രെങ്ത് ടു എക്സ്റ്റിങ്ക്വിഷ് ദ ആർക്ക്. ഇപ്പോൾ പെട്ടെന്ന് അതിനെ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻസുലേഷൻ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം. And the SF6 circuit breakers have been found to be very effective for high power, high voltage service. So high power, high voltage service now mainly we are going for SF6 circuit breakers, as SF6 gas has an affinity towards the free electrons, or they absorb the free electrons and make the medium stronger. Okay. So ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പാണ് ഇതിൻ്റെ SF6 സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു ഫിക്സഡ് മൂവിങ് കോണ്ടാക്ട്സ് എന്തായാലും ഉണ്ടായിരിക്കും. എൻക്ലോസ് ഇൻ എ ചേംബർ കോൾ ദ ആർക്ക് ഇൻറ്ററപ്ഷൻ ചേംബർ. അപ്പോൾ ഇതിലെ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ആണ് ഈ കാണുന്നത്. ഇത് നമ്മളുടെ ഫിക്സഡ് മെമ്പർ, ഫിക്സഡ് കോണ്ടാക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇതിലൊരു ആർക്കിംഗ് ഹോണും കൂടി അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് കാര്യം. ദിസ് ചേംബർ ഈസ് കണക്റ്റഡ് ടു ദ SF6 ഗ്യാസ് റിസർവോയർ. SF6 ഗ്യാസ് റിസർവോയറിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് വെൻ ദ കോണ്ടാക്ട്സ് ഓഫ് ദ ബ്രേക്കർ ആർ ഓപ്പൺ, ദ വാൾ മെക്കാനിസം മറ്റോടത്തെ പോലെ തന്നെ വാൾ മെക്കാനിസം വർക്ക് ചെയ്തിട്ട് എന്താ ഹൈ പ്രഷറിലുള്ള SF6 ഗ്യാസിനെ റിസർവോയറിൽ നിന്ന് ഇങ്ങോട്ട് ആർക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കും. അതാണ് അവിടെ നടക്കുന്നത്. ആൻഡ് ദ ഫിക്സഡ് കോണ്ടാക്ട് ഈസ് എ ഹോളോ സിലിണ്ടർ. Fixed contact is a hollow current carrying cylinder fitted with an arc horn. So arc interruption ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് ഹോണും കൂടി, ആർക്കിംഗ് ഹോണും കൂടി അതിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ദ മൂവിങ് കോണ്ടാക്ട് is a hollow cylinder. Moving contact is a hollow cylinder with rectangular holes in the sides to permit the SF6 gas to let out through these holes after flowing along and across arc. ഇത് കൂടെ വന്നിട്ട് അതിന് പോകാനുള്ള ഇവിടുന്ന് SF6 ഗ്യാസ് വന്നിട്ട് ഇങ്ങോട്ട് പോകാനുള്ള വഴിയും കൂടിയും അതിൽ ഉണ്ടായിരിക്കും. അതായത് മൂവിങ് കോണ്ടാക്റ്റിൽ, മൂവിങ് മെമ്പർ എന്ന് പറയുന്ന സാധനത്തിൽ. ഓക്കെ, ആൻഡ് ദ ടിപ്സ് ഓഫ് ദ ഫിക്സഡ് കോണ്ടാക്ട്, മൂവിങ് കോണ്ടാക്ട് ആൻഡ് ആർക്കിംഗ് ഹോൺ ആർ കോട്ടഡ് വിത്ത് കോപ്പർ ടങ്സ്റ്റൺ ആർക്ക് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ കോപ്പർ റെസിസ്റ്റന്റ് ആർക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തിൻ്റെയൊക്കെ ടിപ്സ്, ഫിക്സഡ് കോണ്ടാക്ട്, മൂവിങ് കോണ്ടാക്ട്, ആർക്കിംഗ് ഹോൺ, അതൊക്കെയാണ് ഈ കളർ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ട്, ഒരു കോട്ടിംഗ് ഉണ്ട്, കോപ്പർ ടങ്സ്റ്റൺ കോട്ടിംഗ്, ആർക്ക് റെസിസ്റ്റന്റ് മെറ്റീരിയൽ. സിൻസ് SF6 ഗ്യാസ് ഈസ് കോസ്റ്റ്ലി, it is reconditioned and reclaimed by suitable auxiliary system after each operation of the breaker. അപ്പോൾ അത് അവിടെ നിന്ന് കളയല്ല ചെയ്യണേ, SF6നെ കോസ്റ്റ്ലി ആയതുകൊണ്ട് വീണ്ടും റീകണ്ടീഷൻ ചെയ്ത് റീക്ലെയിം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിലറി സെറ്റപ്പ് അതിന് വേണ്ടിയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in the closed position of the breaker, the contacts remain surrounded by the SF6 gas at a pressure of about 2.8 kg per centimeter square. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ കോണ്ടാക്ട്സ് സറൗണ്ടഡ് ബൈ SF6 ഗ്യാസ് അറ്റ് 2.8 kilogram per centimeter square. And when the breaker operates, the moving contacts is pulled apart and an arc is struck between the contact. ഇപ്പോൾ ഇവിടെ മൂവിങ് കോണ്ടാക്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും,
ഇവിടെ എന്തുണ്ടാവും നമ്മുടെ ആർക്ക് ഫോർമേഷൻ വരും. ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദ മൂവിങ് കോണ്ടാക്ട്സ് ഈസ് സിങ്ക്രണൈസ് വിത്ത് ദ ഓപ്പണിംഗ് ഓഫ് ദ വാൾ. ഇപ്പോൾ മറ്റോടത്തെ പോലെ തന്നെയാണ്. ഇപ്പോൾ ട്രിപ്പിംഗ് കമാൻഡ് വന്നപ്പോഴാണ്, അതായത് റിലേ സെൻസ് ചെയ്തപ്പോഴാണ് മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ആ മൂവിങ് കോണ്ടാക്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തുള്ള ഒരു വാൾവ് ഉണ്ടെങ്കിൽ ആ വാൾവ് പതുക്കെ ഓപ്പൺ ആവാൻ തുടങ്ങും. ഓപ്പണിംഗ് ഓഫ് ദ വാൾ വിച്ച് പെർമിറ്റ്സ് SF6 ഗ്യാസ് അറ്റ് 14 kg/cm². ഹൈ പ്രഷർ ഗ്യാസ് SF6 ഗ്യാസിനെ റിസർവോയറിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കും. ഇപ്പോൾ നേരെ ഈ ആർക്കിൻ്റെ അവിടേക്ക് എന്ത് വരും, ഇവിടുന്ന് SF6 ഗ്യാസ് വരും. നോർമൽ കണ്ടീഷനിൽ 2.8 kg/cm² നിന്നായിരുന്നതിന് പകരം ഇവിടുന്ന് ഒറ്റയടിക്ക് വാൾവ് തുറന്നിട്ട് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, 14 kg/cm²ലുള്ള എന്താ SF6 ഗ്യാസ് അങ്ങോട്ട് വരികയാണ്. ആൻഡ് ദ ഹൈ പ്രഷർ ഫ്ലോ ഓഫ് SF6 ഗ്യാസ് റാപ്പിഡ്ലി അബ്സോർബ് ദ ഫ്രീ ഇലക്ട്രോൺസ് ആസ് ദേ ഹാവ് അഫിനിറ്റി ടുവേർഡ്സ് ഇലക്ട്രോൺസ് in the arc path to form immobile negative ions which are ineffective as charge carriers. ഇപ്പോൾ ഈ പെട്ടെന്നുള്ള SF6 ഗ്യാസ് ഹൈ പ്രഷറിലുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ആർക്ക് ഫോം ചെയ്തു, അയണൈസേഷൻ നടക്കുകയാണ്. ആ അയണൈസേഷൻ കാരണം അത് ഫ്രീ ഇലക്ട്രോൺസ് മുഴുവൻ ആയി വലിച്ചെടുക്കാൻ തുടങ്ങും. SF6 ഗ്യാസ് പെട്ടെന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും. ആൻഡ് ദ റിസൾട്ട് ഈസ് ദാറ്റ് ദ മീഡിയം ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് ക്വിക്ലി ബിൽഡ്സ് അപ്പ് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഇലക്ട്രോൺസിനാണ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കോസസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് ദ ആർക്ക്. ഇത്രയാണ് അവിടെ മെയിനായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ അതാണ് വലിച്ചെടുക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദ ബ്രേക്കർ ഓപ്പറേഷൻ, ദാറ്റ് ഈസ് ആഫ്റ്റർ ആർക്ക് എക്സ്റ്റെൻഷൻ, ദ വാൾവ് ഈസ് ക്ലോസ് ബൈ ദ ആക്ഷൻ ഓഫ് സെറ്റ് ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വാൾവ് ക്ലോസ് ആവും ചെയ്യും ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂ ടു ദ സുപ്പീരിയർ ആർക്ക് കുഞ്ചിങ് പ്രോപ്പർട്ടി ഓഫ് SF6 such breakers have very short പെട്ടെന്ന് തന്നെ അവിടെ വലിച്ചെടുക്കുകയാണ് ഇലക്ട്രോൺസിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആർക്കിങ് അവസാനിക്കും, പെട്ടെന്ന് കൊഞ്ച് ചെയ്യും. Then since the dielectric strength of SF6 gas is 2 to 3 times that of air, such breakers can interrupt much larger current. Air already better ആണ് നമ്മൾ പറഞ്ഞിട്ടാണ്, ഓയിലിനെക്കാട്ടിലും അതിനേക്കാട്ടിലും ബെറ്റർ ആണ്. 2 to 3 times dielectric strength ഉണ്ട് SF6 ഗ്യാസിന്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലാർജ് കറൻസിനെ ആർക്ക് എടുക്കാം ഇതിന് SF6ന്. ആൻഡ് ദ SF6 സർക്യൂട്ട് ബ്രേക്കർ ഗിവ്സ് നോയ്സ്ലെസ് ഓപ്പറേഷൻ ഡ്യൂ ടു ഇറ്റ്സ് ക്ലോസ്ഡ് ഗ്യാസ് സർക്യൂട്ട് and no exhaust to the atmosphere unlike the air blast circuit breaker. അറ്റ്മോസ്ഫിയറിലേക്ക് ഒന്നും വിടുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നോയ്സ്ലെസ് ഓപ്പറേഷൻ. ആൻഡ് ദ ക്ലോസ്ഡ് ഗ്യാസ് എൻക്ലോഷർ കീപ്സ് ദ ഇന്റീരിയർ ഡ്രൈ സോ ദാറ്റ് ദർ ഇസ് നോ മോയ്സ്ചർ പ്രോബ്ലം. ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഡ്രൈ ആയി നിൽക്കും, മോയ്സ്ചർ പ്രോബ്ലം പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് ദർ ഇസ് നോ റിസ്ക് ഓഫ് ഫയർ ഇൻ സച്ച് ബ്രേക്കേഴ്സ് ബിക്കോസ് SF6 ഗ്യാസ് ഇസ് നോൺ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, അതുകൊണ്ട് ആ പ്രശ്നം ഇവിടെ വരുന്നില്ല. ദെൻ ദർ ആർ നോ കാർബൺ സോ ദാറ്റ് tracking and installation problems are reduced. Then the SF6 breakers have low maintenance costs, light foundation requirements, and minimum auxiliary equipment is needed. Then since SF6 breakers are totally enclosed and sealed from the atmosphere, they are particularly suitable when explosion hazard exists. അപ്പോൾ അതായത് മൊത്തം ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്, എയർ ബ്ലാസ്റ്റിനെ പോലെ തുറന്ന് എയർ അറ്റ്മോസ്ഫിയറിലേക്കും നല്ല പോകുന്നത്, അത് ഫുൾ സീൽഡ് കണ്ടെയ്നറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഉപയോഗിക്കാൻ പറ്റും, അതായത് കോൾ മൈൻസിൻ്റെ അവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ, SF6 ബ്രേക്കേഴ്സ് ആർ കോസ്റ്റ്ലി ഡ്യൂ ടു ദ ഹൈ കോസ്റ്റ് ഓഫ് SF6. ഹൈ കോസ്റ്റിനാണ് SF6ന്, അതുകൊണ്ട് തന്നെ സാധനം കോസ്റ്റ്ലി ആണ്. ആൻഡ് സിൻസ് SF6 ഗ്യാസ് has to be reconditioned after every operation of the breaker, additional equipment, auxiliary setup വേണം ഇതിന് വേണ്ടിയിട്ട്, ഇതിന് വീണ്ടും ഉപയോഗിക്കാൻ. കാരണം അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, വെറുതെ കളയാൻ നമുക്ക് പറ്റില്ല, എയർ പോലെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതാണ് ഇതിൽ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓക്കെ applications എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ SF6 circuit breakers are capable of dealing with currents up to 60 kVA and voltages in the range of say 50 to 80 kVA. So 60 kVA 60 കിലോ ആംപിയർ, KVA അല്ല, കിലോ ആംപിയർ കറണ്ട് വരെ പറ്റും. പിന്നെ വോൾട്ടേജ് 50 to 80 kVA ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് അക്കോർഡിംഗ് ടു ദ സിസ്റ്റം വോൾട്ടേജ്. സിസ്റ്റം വോൾട്ടേജ് കൂടുതലാണെങ്കിൽ സീരീസ് ആയിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. കറണ്ട് സെയിം തന്നെയാണല്ലോ, 60 kVA വരെ നമുക്ക് പോകാം. ആൻഡ് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ വോൾട്ടേജസ് സേ അപ് ടു 115 230 kV വരെയൊക്കെ നമ്മൾ SF6 ബ്രേക്കേഴ്സ് ഉണ്ട് വിത്ത് പവർ റേറ്റിംഗ്സ് ഓഫ് 10 MVA to 20 MVA ആൻഡ് ഇൻട്രപ്റ്റിംഗ് ടൈം ലെസ് ദാൻ 3 സൈക്കിളിൽ ഇൻട്രപ്റ്റ് ചെയ്യും, ഇത്ര ഹൈ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ വരുന്നത്.